1926 വഹാബിയായ അബ്ദുൽ അസീസ് വന്നു, തകർത്ത് തരിപ്പണാക്കി. എന്നിട്ടത് അത് കാലിച്ചന്തയാക്കി. പുണ്യ റസൂലിന്റെ വീട് കാലിച്ചന്തയാക്കി വഹാബി. ചരിത്രം പഠിക്ക്. ആ 24 നൂറ്റാണ്ട് കാലിച്ചന്ത, മക്കയിലെ കാലിച്ചന്ത, മക്കയിൽ ആടും ഒട്ടകവും കാട്ടിച്ച് അവിടെ വിൽക്കുക. കാലിച്ചന്ത, കാലിച്ചന്ത. അഹ്ലു സുന്നയുടെ വലിയ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് ഇബ്നു ഹാശിം റിഫാഈ ഇതിനെതിരെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നസീഹ ലി ഇഖ്വാനിനാ ഉലമാഇ നജ്ദ്. ഉലമാഉ നജ്ദിന് ഒരു നസീഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ പ്രഗൽഭ പണ്ഡിതനും കുവൈത്തിലെ മന്ത്രിയും സുന്നത്യമായത്തിന്റെ വലിയ മുഹിബ്ബുമായിരുന്നു യൂസുഫ് ഇബ്നു സയ്യിദ് ഹാശിം റിഫാഈ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്ന നിങ്ങൾ ചിന്തിക്കും, എന്റെ വകയല്ല, എന്റെ വകയല്ല, എന്റെ വകയല്ല. ഈ ഗ്രന്ഥത്തിന്റെ 12-ാമത്തെ പേജിൽ, ഈ ഗ്രന്ഥത്തിന്റെ 12-ാമത്തെ പേജില് യൂസുഫ് ഹാശിം റിഫാഈ റഹിമഹുല്ലാഹ് 2018 യൂസുഫ് ഹാശിം റിഫാഈ വഫാത്താവുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്ത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്, ആ വീട് റസൂലിന്റെ വീട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് കന്നയന്തയാക്കി, കാലിച്ചന്തയാക്കി, ഒട്ടകം കാട്ടിക്കുന്ന സ്ഥലമാക്കി, ആട് കാട്ടിക്കുന്ന സ്ഥലമാക്കി. മക്കയിലെ ആടിനെയും ഒട്ടകത്തിനെയും കാലിസ്ഥലാക്കിട്ടു. പള്ളി ഉണ്ടായിരുന്നു, പൊളിച്ച് താവിട്ട് പൊടിയാക്കി. പള്ളി നിലനിർത്തിയില്ല. പള്ളി നിലനിർത്തിയില്ല. പള്ളി നിലനിന്നാലും ആ പള്ളി പോയി ആളുകൾ ബർക്കത്തെടുക്കും എന്ന് ഈ കള്ളന്മാർ വിചാരിച്ചു. ബർക്കത്തെടുക്കാൻ ശിർക്കാണ്. അയ്യയ്യേ പഠിച്ചോനെ, നിങ്ങളൊക്കെ തല പുറത്തു വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ജനിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഫിത്നത്തുൽ വഹാബിയ, വഹാബി ഫിത്ന ക്രൂരമാണ് എന്ന് ലോകം എഴുതി വെച്ചിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്തുള്ള കെട്ടിടം പർവേസ്, കിസ്റ പർവേസിന്റെ കൊട്ടാരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നുണ്ട് മണ്ണിന്റെ കൊട്ടാരം. എന്നാൽ ഹബീബിന്റെ വീട് കാലിച്ചന്തയാക്കി, ഒട്ടകത്തിന് കാട്ടിക്കാനുള്ള സ്ഥലമാക്കി, കന്ന് ചന്തയിൽ ബഹളവും തൂക്കും വർത്തമാനവും ബഹളവും. ഒരു നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് കാലിച്ചന്തയാക്കുക. ഒരു നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം. ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ബഹളം നടക്കുന്നുണ്ടാൽ എന്താ ആളുകൾ പറയാം? ഒരു സ്കൂളിൽ കുട്ടികൾ ബഹളം വെച്ചാൽ എന്താ അധ്യാപകൻ പറയാം? ഇതെന്താ വിചാരിച്ച്? കാലിച്ചന്ത അങ്ങനല്ലേ പറയടോ, അല്ലേ പറയടോ. ഒരു സ്കൂളിൽ 2 കുട്ടികൾ കൂടുതൽ വർത്തമാനം പറഞ്ഞാല് പ്രിൻസിപ്പൽ എന്താ പറയാ? എന്നോട് വിചാരിച്ചേ ഇത് കാലിച്ചന്തയാ. പരിധി വിട്ട് വീട്ടിൽ വഴക്ക് കൂടിയ വാപ്പ എന്താ പറയാ? എന്നെ വിചാരിച്ചേ നിന്റെ കാലിച്ചന്തയാണ് വിചാരിച്ചേ. ഒരു പള്ളിയിൽ 2 ആൾ വർത്താനം പറഞ്ഞാൽ ഉസ്താദ് വന്ന് പറയും, എന്റെ വിചാരിച്ചേ ഇതിന്റെ ചന്തയാ. ഒരു നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ചന്തയാണ്. വഹാബികളെ, നിങ്ങൾക്ക് മാപ്പില്ല, നിങ്ങളെ കൽബിൽ പുണ്യ നബിയില്ല, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കൽബിലില്ലടാ. നിങ്ങളെ കൽബിൽ അല്ലാഹുവിന്റെ ഹബീബില്ല. എന്ത് നോക്കിയിരിക്കണേ? മുത്ത് മുഹമ്മദ് മുസ്തഫ കാലിച്ചന്തയാക്കി മുത്തുനബിന്റെ വീട്. മുത്തുനബിന്റെ വീട് കാലിച്ചന്ത. 926 മുതൽ 950 വരെ. അബ്ദുൽ അസീസ് 53 ഒരുക്കണത്. അതുവരെ കാലിച്ചന്ത, കാലിച്ചന്ത. വളരെ വിചാരിച്ചത് ഇവരെ കൽബിൽ എന്ത് ഈമാനാ? ഇവർ റസൂലുള്ള സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞതിൽ അത്ഭുതം എന്താ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസമല്ല, ഒരു ദിവസമല്ല.
ഈ കള്ളന്മാര് എന്ത് ചെയ്ത്? ഈ കള്ളന്മാര് അവർക്ക് അവിടെ കൊട്ടാരം കെട്ടി പുണ്യ നബിന്റെ വീട് പൊളിച്ച് കാലിച്ചന്തയാക്കി. എന്ത് ഈമാനടാ നിങ്ങൾക്ക്? എന്താണ് നിങ്ങളെ കൽബിലുള്ളത്? നിങ്ങളെ കൽബിൽ ഹബീബ് ഇല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. ഹബീബിന്റെ വീട് കാലിച്ചന്തയാക്കി. നിങ്ങൾ ന്യായം പറയേ? സുന്നത്ത ചുണ്ണത്ത നിങ്ങൾക്ക് സുന്നത്തല്ല, ചുണ്ണത്ത് നിങ്ങൾക്ക് സുന്നത്തല്ലടാ, നിങ്ങൾക്ക് ചുണ്ണത്ത. സുന്നത്ത് ഹബീബാ നബി അല്ലേ, മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലേ? ഉറക്കപ്പറ, സുന്നത്ത് റസൂലല്ലേ? സുന്നത്ത് ഹബീബാ നബി അല്ലേ, മുഹമ്മദ് മുസ്തഫ അല്ലേ? من لم يرى نفسه في ملك الرسول لم يذق حلاوة سنته. ഒരാൾ തന്റെ നഫ്സിനെ അല്ലാഹു റസൂലിനെ ഉടമയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് സുന്നത്തിന്റെ രുചി ആസ്വദിക്കുകയില്ല എന്ന് മഹാനായ ഇമാം തസത്തുരി റഹ്മത്തുള്ളാഹ് തന്റെ തഫ്സീർ തസത്തുരിയിൽ വേറെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്ത് റസൂലല്ലേ? റസൂലല്ലെങ്കിൽ സുന്നത്ത മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. വഫാത്തായ റസൂലുള്ള കിടക്കുന്ന സ്ഥലം, വഫാത്തായ മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, വഫാത്തായ മുഹമ്മദ് മുസ്തഫ, വഫാത്തായ മുഹമ്മദ് മുസ്തഫ, വഫാത്തായ മുഹമ്മദ് മുസ്തഫ, വഫാത്തായ മുഹമ്മദ് മുസ്തഫ. ഇബ്നുൽ ഖയ്യിമിനോട് ചോദിക്കപ്പെട്ട് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? ഇബ്നു തൈമിയുടെ ശിഷ്യനാണല്ലോ ഇബ്നുൽ ഖയ്യിം. അയാളോട് ചോദിക്കപ്പെട്ട് ഈ ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? ചിന്തിക്ക്. ഇബ്നു അഖീലിനോട് ഖാല ഇബ്നു അഖീൽ, ഇബ്നുൽ ഖയ്യിം അല്ല, ഇബ്നു അഖീൽ. സഅലനി സായിലുൻ അയ്യുമാ അഫ്ളലു ഹുജ്റത്തിൻ നബിയിൽ മുസ്തഫ ബിൽ കഅബ. ഇത് ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അഖീലിനോട് ചോദിക്കപ്പെട്ടു, റസൂലുള്ളാഹി കിടന്നുറങ്ങുന്ന വഫാത്തായ ഹബീബ് കിടക്കുന്ന ഹുജ്റത്തു ശരീഫയാണോ അതോ കഅബയാണോ ഏറ്റവും പ്രധാനമായത്? ഖബർ ശരീഫിനോട് കടപിടിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഇന്ന് റസൂലുള്ള കിടക്കുന്ന ഹുജ്റത്തു ശരീഫ എങ്കിൽ അവിടുന്ന് പ്രസവിക്കപ്പെട്ട ആ സ്ഥലത്തിന് പ്രത്യേകം പൊളിച്ച് ആരെ വിളിച്ച്? നിങ്ങളെ നേടവടാ വഹാബി. ആരാ പൊളിച്ചത്? അബ്ദുൽ അസീസ് പൊളിച്ച്. എന്നിട്ട് അബ്ദുൽ അസീസ് കാലിച്ചന്തയാക്കി. 1950 മക്കായിലെ ഒരു ധനാഢ്യനായ മേയർ ഈ സ്ഥലം എനിക്ക് തരുമോ എന്ന് അബ്ദുൽ അസീസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം വില കൊടുത്തു വാങ്ങി 1950. എന്തുകൊണ്ട്? ഈ കാലിച്ചന്തയായപ്പോഴും എന്ത് ചെയ്തിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ കാലിച്ചന്തയിൽ പോയി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ അസീസിന്റെ കാലത്തിന് കാലിച്ചന്തയാണ്. അബ്ദുൽ അസീസിനെ അവിടുന്ന് ദുആ ചെയ്യൽ ബിദ്അത്താണ്, ശിർക്കാണ്. എല്ലാ ബറക്കത്തെടുക്കലും അവർക്ക് ശിർക്കാണ്. അയ്യയ്യേ. അവസാനം മക്കയിലെ മേയറായിരുന്ന ഒരാൾ എന്ത് ചെയ്ത്? അയാള് അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് അത് വിലക്ക് വാങ്ങി. ഷെയ്ഖ് അബ്ബാസ് യൂസുഫ് അൽ ഖത്താനി എന്ന ആൾ അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് അത് വിലക്ക് വാങ്ങി. എന്നിട്ട് അവിടെ ഒരു കെട്ടിടമുണ്ടാക്കി, ഒരു മക്തബ എന്ന പേരിൽ. തൽക്കാല കാലിച്ചന്തയോടാണ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും അത് അബ്ദുൽ അസീസ് ചെയ്തില്ല. അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് ഇത് കണ്ട് സഹികെട്ട് മക്കയിലെ ധനാഢ്യനായ മേയർ അബ്ബാസ് യൂസുഫ് അൽ ഖത്താനി എന്ന ആള് അത് അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ട് അയാളുടെ മക്തബ പണിത് 51 മുതൽ. ഇപ്പോൾ വഹാബികൾ പറയും അവിടെ ഒരു ബുക്ക് സ്റ്റാളാണ്, ഒരു മക്തബയാണ്, അവിടെ ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി ആരും നിങ്ങൾ ഉണ്ടാക്കിയത് ചന്തയാണ്. വഹാബി നേതാവ് ആക്കിയത് ചന്തയാ, കാലിച്ചന്തയാ. അത് മക്തബയാക്കല്ലല്ലോ വേണ്ടത്, അത് പള്ളിയല്ലേ, അത് പള്ളിയല്ലേ. ഒരു സ്ഥലം പള്ളിയാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ ഹുക്മെന്താ? പള്ളിയല്ലേ. ഒരു സ്ഥലം പള്ളിയാക്കി വഖഫിടാൽ ഖിയാമത്ത് നാൾ വരെ പള്ളിയല്ലേ. പള്ളി പൊളിച്ച് കാലിച്ചന്തയാക്കി അബ്ദുൽ അസീസ്.
പിന്നീട് ഒരു ധനാഢ്യൻ അത് വില കൊടുത്തു വാങ്ങി. ആരാ പറയുന്നത്? കുവൈറ്റ് ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന യൂസുഫ് ഹാഷിം റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി. 2018 ഈ മനുഷ്യൻ മരിക്കുന്നത്. ചിന്തിക്കണം. ഇതിന്റെ ആമുഖം എഴുതിയത് ഷെയ്ഖ് റമളാൻ ബൂട്ടിയാണ്. അദ്ദേഹം വഹാബികൾ അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹം ഷഹീദ് റമളാൻ ബൂട്ടി വഹാബികൾ കൊന്നു റമളാൻ ബൂട്ടിയെ. അദ്ദേഹമാണ് ഇതിന് ആമുഖം എഴുതിയിട്ടുള്ളത്. ഈ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക. وما علم أن العالم الإسلامي أجمع في استيائه من أمر من الأمور في عصر من العصور كاستيائه من هذا الذي يقدم عليه الإخوة مسؤول المملكة وعلماء اليوم من إخلاء مكة والمدينة وما حولهما من سائر الآثار المتصلة بحياة رسول الله شخصية والنبوية. مكة مدينة നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവുമായും നബുവത്തുമായും ബന്ധപ്പെട്ട എല്ലാം ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. ഈ കിതാബിന് ആമുഖം എഴുതിയത് ഷഹീദ് റമളാൻ ബൂട്ടിയാണ്. റമളാൻ ബൂട്ടിയെ വഹാബികൾ കൊന്നു. ഞാൻ പിന്നെ പറയാം. ലോകം കണ്ട ആലിമായിരുന്നു റമളാൻ ബൂട്ടിയെ. അദ്ദേഹം വലിയ സുന്നത്തിമാറ്റിന്റെ വലിയ സഈമ, വലിയ ദറാക്ക് വിടൂല സുന്നത്തിമാറ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും. അദ്ദേഹത്തെ പിന്നീട് വഹാബികൾ വെടിവെച്ചു കൊന്നു. ചിന്തിക്കണം. അടുത്ത കാലത്ത് ഞാൻ ഡേറ്റ് അടക്കം പറയും പിന്നീട്. من إخلاء مكة والمدينة وما حولهما من سائر الآثار المتصلة بحياة رسول الله ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഖ്സിയ വന്നബവിയ അവിടുത്തെ വ്യക്തിത്വവുമായോ നബുവത്തുമായോ ബന്ധപ്പെട്ട ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. എല്ലാം നശിപ്പിച്ചു. അതേ സമയത്തോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദർസ് നടത്തിയ പള്ളി നിലനിർത്തിയിട്ടുണ്ട്. സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൗദിനെ കൊട്ടാരം നിലനിർത്തിയിട്ടുണ്ട്. അത് ഹെറിറ്റേജ് പ്ലേസാ. പള്ളിയല്ലേ? പള്ളി എന്റെ ചോർക്ക്. ആ പള്ളിയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദർസ് നടത്തിയിട്ടുണ്ട് എന്ന കാരണത്താൽ ആ പള്ളി അവർ നിലനിർത്തിയിട്ടുണ്ട്. എന്റെ ബർക്കത്തെടുക്കുന്നവർക്ക് വിരോധമൊന്നുമല്ല, പക്ഷേ ഒരേതാവാകണം. റഹ്മത്തുള്ളാഹിനെ പറ്റൂല, അത്രേ ഉള്ളൂ. എന്ന് മാത്രമല്ല, സൗദി രാജാവ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഈ ക്രൂരനായ മനുഷ്യനോട് ആദ്യം ബൈഅത്ത് ചെയ്തത് മുഹമ്മദ് ബിൻ സൗദാണ്. അയാൾ താമസിച്ച കൊട്ടാരം നിലനിർത്തിയിട്ടുണ്ടില്ലേ? ആ മലമുകളിൽ ആ കൊട്ടാരം നിലനിർത്തിയിട്ടുണ്ട്. അയാൾ മരിച്ചത് കാലത്തിലേ 100 കൊല്ലായി ആ കൊട്ടാരം നിലനിർത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിന് മുറ്റത്ത് വഹാബികളൊക്കെ ചായ കുടിക്കാൻ കൂടിയതാ. കണ്ടില്ലേ? ബാക്കിൽ അവർ വറക്കത്തെടുക്കാൻ വേണ്ടി കൂടിയതാ. വഹാബികളല്ല, വഹാബി കള്ളന്മാരുണ്ട്. എല്ലാ വഹാബി കള്ളന്മാരുണ്ട്. വഹാബി കള്ളന്മാരെല്ലാം കൂടിയിട്ടുണ്ട്. അതാ കൊട്ടാരത്തിന്റെ മുറ്റത്ത് എന്തേ അവരെ ശൈഖുൽ മശായിഖിന്റെ കൊട്ടാരാണ് ബാക്കിൽ. അത് നിലനിർത്തണം. നോക്ക് അതിന് വർക്കത്തെടുക്കലും ചായ കുടിയും പാട്ടും ഒക്കെ അവിടെ. അതിന് കുഴപ്പമൊന്നുമില്ല. റഹ്മത്തുള്ളാഹി അലൈഹിന്റെ വീടോ അത് പൊളിച്ച് കാൽച്ചണ്ടിയാക്കി. ഇതോ നിലനിർത്തി മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിൽ അവരാവശ്യപ്പെട്ടു ഇത് ലോകത്തെ ഹെറിറ്റേജ് പ്ലേസ് ആക്കണം. രാത്രി കാലങ്ങളിൽ അവിടെ എന്താ പറയുക, ലൈറ്റ് ഇട്ടത് നോക്കി കണ്ണ് ഇന്ന മോട്ടൊക്കെ ഹെറിറ്റേജ് പ്ലേസ് ആയി. ഹെറിറ്റേജ് പ്ലേസ് ലോകത്തെ ഹെറിറ്റേജ് പ്ലേസ് ആണ്. വലിയ ഹെറിറ്റേജ് പ്ലേസ് ആണ് ഇത് വലിയ ഹെറിറ്റേജ് പ്ലേസ് ആണ്. യുനെസ്കോ അത് ഏറ്റെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോകത്തെ പൗരാണികമായ പാരമ്പര്യ സ്ഥലങ്ങളും പൗരാണികമായ നിർമ്മിതികളും വലിയ ചരിത്രകരമായ സ്ഥലങ്ങളും കൊട്ടാരങ്ങളും സ്ഥലങ്ങളും പള്ളികളും ലോകത്തെ ആർക്കിയോളജിക്കൽ പ്ലേസുകളും ഏറ്റെടുക്കുന്ന UN-ന്റെ ഒരു ഭാഗമാണ് യുനെസ്കോ. യുനെസ്കോയിൽ അപേക്ഷ കൊടുത്ത് അവരെ ഏറ്റെടുപ്പിച്ചു. യുനെസ്കോയിൽ അപേക്ഷ കൊടുത്ത് അവരത് ഏറ്റെടുപ്പിക്കാൻ അവർക്ക് ഏകദേശം 11,600 കോടി
1,16,600 കോടി രൂപ ചെലവാണ് ഒന്നാം ഘട്ടം. മുഹമ്മദ് ബിൻ അബ്ദുൽ നോക്ക്, 1,11,600 കോടി രൂപ, 1,11,600 കോടി രൂപ, അതായത് 15 ബില്യൺ ഡോളർ. മില്യൺ അല്ല, ബില്യൺ. 15 ബില്യൺ ഡോളർ ചെലവാക്കിയിട്ട് ഇത് ലോകത്തെ ഹെറിറ്റേജ് പ്ലേസായി അവർ യുനെസ്കോയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. അതിന്റെ ഒന്നാം ഘട്ടത്തിൽ 1,16,600 കോടി രൂപ, അഥവാ 15 ബില്യൺ ഡോളർ. 15 ബില്യൺ ഡോളർ ഇത് നിലനിർത്താൻ വേണ്ടി ആ സിറ്റി, ഹെറിറ്റേജ് സിറ്റി, ഇനി ഖിയാമത്ത് നാൾ വരെ അതൊരാൾക്ക് പൊളിക്കാൻ പറ്റില്ല. കാരണം ആരേറ്റെടുത്തു? എന്താ നോക്കിയിരിക്കണേ? ഇനി ഖിയാമത്ത് നാൾ വരെ അതൊക്കെ പൊളിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അത് ആരേറ്റെടുത്തു? ഐക്യരാഷ്ട്രം ഏറ്റെടുത്തു. മനസ്സിലായോ? ഏത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദർസ് നടത്തിയ പള്ളി, മുഹമ്മദ് ബിൻ സഊദ് ജീവിച്ച കൊട്ടാരം, അവരുടെ പൗരാണിക നിർമ്മിതികള്, അവരുടെ വലിയ വലിയ മുത്തപ്പന്മാര് ജീവിച്ച വീടുകള്, അതെല്ലാം ഇന്നൊരു ഹെറിറ്റേജ് സിറ്റിയാണ്. 1,16,600 കോടി രൂപ, 15 ബില്യൺ ഡോളർ ചെലവഴിച്ചു. എന്നിട്ടത് യുനെസ്കോ ഏറ്റെടുത്തു. വേണ്ട സൗകര്യം ചെയ്യാം. ഒന്നാം ഘട്ട ചെലവാക്കി, ഇനിയും ചെലവാക്കും. മനസ്സിലായില്ല? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ദർസ് നടത്തിയ പള്ളിയും മുഹമ്മദ് ബിൻ സഊദിന്റെ കൊട്ടാരവും അവർ മറ്റു ആദ്യകാല വഹാബികളുടെ കൊട്ടാരങ്ങളും ലോകത്തെ ഹെറിറ്റേജ് സിറ്റി ആക്കി. അതിന് ഒന്നാം ഘട്ടം 15 ബില്യൺ ഡോളർ ചെലവാക്കി. അതിന് ലോകത്തെ ഹെറിറ്റേജ് സിറ്റിയാ. ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് തൊടാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിന് ഒരാൾക്ക് തൊടാൻ പറ്റാത്ത സ്ഥലമായി അത് ഏറ്റെടുത്തു. ആരേറ്റെടുത്തു? യുനെസ്കോ ഏറ്റെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പൗരാണിക സ്ഥലങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന യുനെസ്കോയെ കൊണ്ട് വഹാബികൾ അത് ഏറ്റെടുപ്പിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദർസ് നടത്തിയ ആ പള്ളി ഏറ്റെടുപ്പിച്ചു. ഹബീബ റസൂലുള്ളാഹി ജനിച്ചൊരു പള്ളി ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് അവർ കാലിച്ചന്തയാക്കി. ഹൃദയത്തിൽ അണുമണിത്തൂക്കം സ്നേഹം റസൂലുള്ളാഹിനോട്. അണുമണിത്തൂക്കം അല്ലെങ്കിൽ അണുമണിത്തൂക്കം അവരെ കൽബ് റസൂലുള്ളാഹി അല്ലാന്ന് തെളിവ്. റസൂലുള്ളാഹിയുടെ ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ മുഅ്മിനീങ്ങൾ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ തല താഴ്ത്തിയ ഒരു മുഅ്മിനായ മനുഷ്യൻ നിൽക്കാം. അതേ സമയത്ത് അവരെ ബാക്ക് സീറ്റ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാക്കിയിട്ട് നമ്മൾ ആക്ഷേപിക്കും. അവർ ബാക്ക് സീറ്റ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക്. അല്ലാഹു ആ ജോലി ആകുന്നതിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ ജോലി ആകുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അയ്യേ പഠിച്ചോനെ. അവർ നേരെ ഹബീബ റസൂലുള്ളാഹിയുടെ ഹുജറത്തു ഷരീഫ് അല്ലേയാണ്. ഹബീബ റസൂലുള്ളാഹിയുടെ വജൂഹ് ഷരീഫ് അല്ലേയാണ്. അവിടുത്തെ രോമത്തിനുണ്ടടാ ഈ ലോകം. അവരെ ദുബർ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കാട്ടി അവരങ്ങനെ നിൽക്കും. എന്നിട്ടോ മുഖം ഉയർത്തൂല. മുഅ്മിനീങ്ങൾ മുഖം ഉയർത്തൂല. ഇങ്ങനെ പൊട്ടിക്കരയും. അവർ കൂടെ നോക്കൂല. അവിടെ റസൂലുള്ളാഹിയുടെ അവിടെ ഒരു വട്ടക്കണ്ണുണ്ട്, അതിലൂടെ നോക്കാൻ കഴിയില്ല. അവിടെ ആരാ കിടക്കണേ? മുഹമ്മദ് മുസ്തഫ. അനസ് പറഞ്ഞില്ലേ, വലൗ സുഇൽതു അൻ അസിഫഹുമാ തഖ്തുൽ അന്നി മാ മലഅതു നറതി ബിവജ്ഹിൽ മുസ്തഫ. 10 കൊല്ലം ഇവിടുത്തെ ഖാദിമായിട്ട് ഒരിക്കൽ ഒരാൾ എന്നോട് റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ വജ്ജൊന്ന് വർണ്ണെന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് കഴിയൂല. ഞാൻ ആ മുഖം കണ്ടിട്ടില്ല. 10 കൊല്ലം ഞാൻ ആ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. എനിക്കതിന് കഴിയൂല. ആര് പറഞ്ഞു? സയ്യിദുനാ അനസ്. ബാല്യക്കാരൻ കുട്ടി അനസ്. റസൂലുള്ളാഹി വഫാത്തോ അനസിന് 20 വയസ്സേ ഉള്ളൂ. ബാല്യക്കാരൻ കുട്ടികളാകുമ്പോൾ പൊട്ടിത്തെറിപ്പിന്റെ പ്രായം. എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനെ മുഖത്ത് നോക്കിയില്ല. എനിക്ക് പേടിയാണ്. ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയാണ്. ആ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. ആരാ പറഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹു. അതേ റസൂലുള്ളാഹിന്റെ വജൂഹ് ഷരീഫിലേക്ക് ദുബുറും വെച്ച് ഇങ്ങനെ നിന്നിട്ട് സുന്നികൾ ആക്ഷേപിക്കും. എന്തേ പ്രശ്നം? റസൂലുള്ളാഹി അവരെ സ്വന്തം നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദർസ് നടത്തിയെന്ന കാരണത്താൽ പള്ളി അവരെ രക്ഷിച്ചു. അതിനൊരു കോടാവിനെ കൂടി അവർ ചെലവാക്കില്ല. എന്നൊരു പ്രശ്നമില്ല. മുത്തുനബിയോ പിച്ച വെച്ച് നടന്ന പുണ്യ റസൂൽ, പിച്ച വെച്ച് നടന്ന ഭൂമി.
പുണ്യ റസൂൽ ജനിച്ചു വീണ ഭൂമി, പുണ്യ റസൂൽ പിച്ച വെച്ച് നടന്ന ഭൂമി കാളിച്ചന്തയാക്കി ഇല്ലടാ വഹാബി. വഹാബിക്ക് എന്ത് ദീനാണ്, വഹാബിക്ക് എന്ത് ഈമാനാണ്? മുസ്ലിം ഉമ്മത്തിന് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുകയില്ല. ഒരു മുഅ്മിൻ ഇവർക്ക് മാപ്പ് കൊടുക്കുകയില്ല. വിചാരിച്ച് ലോകത്തൊരു ജനതയും അവരെ നേതാവിന്റെ പൈതൃകത്തെ ഇങ്ങനെ നശിപ്പിച്ചിട്ടില്ല. ഒരു ജനതയുമില്ല, ഒരു ജനതയുമില്ല, ഒരു ജനതയുമില്ല. വളരെ ചിന്തിക്കണം. ലോകത്തൊരു ജനതയും ഇല്ല. ഏത് ജനതയും അവരുടെ നേതാവിനെ പ്രസവിക്കപ്പെട്ട വീടിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ ജനിക്കുന്നത് BC 563 നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്താണ്. ഞാൻ കുറഞ്ഞാളുകളെ പറഞ്ഞു. ഇതാണ് ലുംബിനി കൊട്ടാരം തന്നെ. ആ സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ബുദ്ധന്മാരുടെ വിശ്വാസപ്രകാരം നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്താണ് ആ കൊട്ടാരം ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. രാജാവിന്റെ മകനാണ് ശ്രീബുദ്ധൻ ജനിച്ച കൊട്ടാരം BC 563. കൊല്ലം എത്രയായി? 2500-ലേറെ കൊല്ലായി ആ കൊട്ടാരം നിലനിർത്തിയിട്ടുണ്ട് ബുദ്ധന്മാർ. എന്തുകൊണ്ട്? അത് അവരുടെ നേതാവിന് ജനിച്ച സ്ഥലമാണ്. ആ നേതാവിന്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാം. ഞങ്ങളുടെ നേതാവ് ജനിച്ച സ്ഥലം BC 304 അശോക ചക്രവർത്തി. അശോക സ്തംഭം അറിയില്ലേ? അശോക ചക്രവർത്തിയുടെ ഓർമ്മക്കാണ്. അശോക ചക്രവർത്തി BC 304 പാലിപുത്രയിലാണ്, മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പാലിപുത്രയിലാണ് അശോക ചക്രവർത്തി ജനിച്ചിട്ടുള്ളത്. ആ വീട് ഇന്നും അതാണ് അശോക ചക്രവർത്തി ജനിച്ച സ്ഥലം. അതാണ് പാലിപുത്രയിൽ. അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് BC 550. ഇതൊക്കെ BC AD അല്ല, BC 551 കൺഫ്യൂഷ്യസ് മതത്തിന്റെ സ്ഥാപനമായ കൺഫ്യൂഷനിസം എന്ന മതത്തിന്റെ സംസ്ഥാപകനായ കൺഫ്യൂഷ്യസ് ജനിച്ചത് BC 551. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ലൂ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഭാഗമായ സൗയിലാണ് ജനിക്കുന്നത്. തന്നെ ഇവിടെയാണ് കൺഫ്യൂഷ്യസ് ജനിച്ചത്. അതങ്ങനെ കൊല്ലെത്രയായി? BC 551 നിലനിർത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ക്രിസ്ത്യാനികൾ നിലനിർത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു ജനിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന സ്ഥലം അതന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ബത്ലഹേമിലാണ്. അവിടെ ഒരു ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്നൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവിശാലമായ പള്ളിയാണ്, ഒരു ചർച്ച്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇന്നും മുസ്ലിം പട്ടാളക്കാരാണ്, ഫലസ്തീനി മുസ്ലിം പട്ടാളക്കാർ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അറബി സംസാരിക്കുന്ന മുസ്ലിം പട്ടാളക്കാരാണ്. യേശു പ്രസവിക്കപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികൾ കണക്കാക്കുന്ന സ്ഥലത്തിന് കാവൽ നിൽക്കുന്നത് ഇന്ന് മുസ്ലിം പട്ടാളക്കാരാണ്. ചിന്തിക്കണം. കോൺസ്റ്റാന്റൈന്റെ അമ്മയായ ഹെലാനയാണ് ആ പള്ളി ഉണ്ടാക്കിയത്, ആ ചർച്ച് ഉണ്ടാക്കിയത്. AD 336 അത് മുസ്ലിം 636 ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ ആ നാട് ഇസ്ലാമിന്റെ കീഴിൽ വന്നു. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ യേശു ജനിച്ചു എന്ന് ക്രിസ്ത്യാനികൾ കണക്കാക്കുന്ന ആ സ്ഥലം നശിപ്പിച്ചിട്ടില്ല. അവിടെയോ ശിർക്കിന്റെ ആരാധനകൾ നടക്കും. അതൊന്നും മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാത്ത പല ആരാധന നടക്കും. ഉമർ ബിൻ ഖത്താബ് അവിടുത്തെ അധികാരിയായി ഒന്നും ചെയ്തില്ല. അത് സംരക്ഷിച്ചു സയ്യിദ് ഉമർ ബിൻ ഖത്താബ്. AD 636. ഒന്നും കൂടി വൃത്തിയായ ഫോട്ടോ കിട്ടുമോ? അതെ, ആ ചർച്ച നിർത്തിയ ആര്? സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. പിന്നീട് അമവികൾ അത് നിലനിർത്തി, പിന്നെ അബ്ബാസികൾ നിലനിർത്തി, അയ്യൂബികൾ നിലനിർത്തി, മംലൂക്കികൾ നിലനിർത്തി, ഉസ്മാനികളും നിലനിർത്തി. എല്ലാം മഹാനായ സയ്യിദ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു എന്ന് ക്രിസ്ത്യാനികൾ കണക്കാക്കുന്ന സ്ഥലമാണ്. ഇസ്ലാമിന്റെ താരീഖ് അനുസരിച്ച് അത് ശരിയാവാൻ സാധ്യത കുറവാണ്. എന്നാലും ക്രിസ്തീയ സഹോദരങ്ങൾ അതാണല്ലോ കണക്കാക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഇന്ന് മുസ്ലിം പട്ടാളക്കാർ അതിന് കാവൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. AD 534 ജൂതന്മാരും സുമേരിയക്കാരും അത് തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് റസൂൽ ജനിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ്. പിന്നീട് അത് വീണ്ടും നിർമ്മിച്ചു.
AD 534 ജൂതന്മാരും സുമേരിയക്കാരും ആ ചർച്ച് തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും പുനർനിർമ്മിച്ച് നിർത്തി. എന്തുകൊണ്ട്? യേശു ജനിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന സ്ഥലമാണത്. ഷേക്സ്പിയർ ജനിച്ച വീട് AD 1564 ബ്രിട്ടനിലെ സ്റ്റാറ്റ്ഫോർഡിലാണ് ജനിക്കുന്നത്. ആര്? ഷേക്സ്പിയർ. ഷേക്സ്പിയർ ജനിച്ച വീട് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ സ്റ്റാറ്റ്ഫോർഡിലാണ് ആ വീട്. അങ്ങനെ AD 1564 സാഹിത്യത്തിന് ലോകത്തെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഒരാളാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്ഫോർഡിലെ ആ വീട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. AD 1769 നെപ്പോളിയൻ ജനിച്ച വീട് അങ്ങനെ തന്നെ നിലനിർത്തി. കണ്ടില്ലേ? AD 1769 ഫ്രാൻസ് അങ്ങനെ നിലനിർത്തി. പിന്നീട് ഫ്രാൻസുകാരും നെപ്പോളിയനും പിണങ്ങിയിട്ടുണ്ട്. എന്നാലും പിന്നീട് വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റു. AD 1818 15 വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റുപോയി. ബ്രിട്ടനോട് തോറ്റുപോയി ഫ്രാൻസിന്റെ ഭരണാധികാരിയായ സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്നാലും അതോടുകൂടെ ഫ്രാൻസിലെ ധാരാളം ആളുകൾക്കും പ്രമാണികളും ഭരണാധികാരികളും ഒക്കെ അദ്ദേഹത്തോട് എതിരായി. അങ്ങനെ അദ്ദേഹത്തെ അറ്റ്ലാന്റിക്കിലെ ഒരു കൊച്ചു ദ്വീപായ സെന്റ് ഹെലനാസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഏകദേശം 5-6 വർഷം സെന്റ് ഹെലനാസ് ദ്വീപിലാണ് ഏകാന്തനായി താമസിച്ചാണ് മരിക്കുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. കാരണം അദ്ദേഹം വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റപ്പോൾ അദ്ദേഹത്തിനോട് ഒരു മാനഹാനി ഉണ്ടായി. ഫ്രാൻസുകാർക്കും അദ്ദേഹത്തോട് മാനഹാനിയായി. സെന്റ് ഹെലനാസിലേക്ക് നാട് കടത്തി. അവസാനത്തെ 6 വർഷങ്ങൾ അവിടെ ഏകാന്തനായി. ഒരു പരിചാരകനും സാക്ഷാൽ നെപ്പോളിയനും മാത്രം ആ നിലയ്ക്ക് ഫ്രാൻസ് അദ്ദേഹത്തെ വെറുത്തു. എന്നാലും അദ്ദേഹത്തെ ജനിച്ച വീടിന് ഒന്നും ചെയ്തിട്ടില്ല, നിലനിർത്തിയിട്ടുണ്ട്. നോക്ക്, കാൾ മാക്സ് ജനിച്ചത് 1818 ജർമ്മനിയിലെ ട്രയർ എന്ന സ്ഥലത്താണ്. അതാണ് കാൾ മാക്സ് ജനിച്ച വീട്. നിലനിർത്തിയിട്ടുണ്ട്, ഇന്നുണ്ട്. 1818 ജർമ്മനിയിലെ ട്രയർ എന്ന സ്ഥലത്താണ് കാൾ മാക്സ് ജനിച്ചത്. കാൾ മാക്സ് ജനിച്ച വീട് ഇന്നും അങ്ങനെ തന്നെ ജർമ്മനി നിലനിർത്തിയിട്ടുണ്ട്. സത്യത്തിൽ ജർമ്മൻസ് ഇന്നും ക്യാപിറ്റലിസ്റ്റുകളാണ്, കമ്മ്യൂണിസ്റ്റുകളാണ് നമ്മളെ പറയാം. കാൾ മാക്സിനോടൊക്കെ വലിയ പിഴവും പറ്റിയിട്ടുണ്ട്. ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജർമ്മനിയിലുണ്ടാകുമെന്നാണ് കാൾ മാക്സിന്റെ പ്രവചനം. പക്ഷെ കാൾ മാക്സ് തെറ്റിപ്പോയി. കാൾ മാക്സ് പ്രവചിച്ചതുപോലത്തെ ഒരു വിപ്ലവം ഇന്നും ജർമ്മനിയിൽ നടന്നില്ല. ജർമ്മനിക്കാർ ഇന്നും ക്യാപിറ്റലിസ്റ്റുകളോ അല്ലെങ്കിൽ വംശീയരോ ആണ്. നാസി കക്ഷിയും നവനാസി കക്ഷിയും വംശീയരെ, ആര്യന്മാരൊക്കെ വംശീയതയുടെ ആളുകളാണ്. എന്നാലോ കാൾ മാക്സിനോട് അവരെ നീതി കാട്ടി. കാൾ മാക്സ് ജനിച്ച വീട് 1818 ജനിച്ച വീട് നിലനിർത്തിയിട്ടുണ്ട്. ശാസ്ത്ര ലോകത്ത് വലിയ സംഭാവനകൾ നൽകിയതാണ്. 1879 ജനിച്ച മാർച്ച് 14 ജനിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ച വീട് ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. വളരെ ചിന്തിക്കൊക്കെ BC 500 അതിനപ്പുറത്തും ജനിച്ചവര് മുഴുവൻ ഇന്നലെ വരെ ജനിച്ചത് വരെ. അബ്രഹാം ലിങ്കൺ 1809 ഫെബ്രുവരി 12 അപ്പൊ അമേരിക്കയിലെ കെന്റക്കിയിൽ ജനിക്കുന്നത്. ആ വീട് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് എബ്രഹാം ലിങ്കൺ ജനിച്ച വീട് നിലനിർത്തിയിട്ടുണ്ട്. എല്ലാവരും മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തുണ്ട്. അവർക്ക് മൂവ്മെന്റുകളുണ്ട്, അസോസിയേഷൻസ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, വലിയ വലിയ വർക്കുകളുണ്ട്. അവരിപ്പോൾ പറയുന്നത് മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല എന്നാണ്. ഉണ്ടെന്ന് പറയാൻ നമ്മളെ കയ്യിൽ അടയാളവും ഇല്ല. വീട് എവിടെ ഇല്ല. ബാക്കി ഞാൻ പറയാം. സ്വഹാബികൾ ജീവിച്ച അടയാളവും ഇല്ല, നബി ജീവിച്ച അടയാളവും ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറുക്കപ്പെട്ടെന്ന് ആർക്കും തള്ളിക്കളയാം. മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ ഇന്നൊരു കൊട്ടാരാണ്. അത് പിന്നീട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ആ ഒരു ഇല്ലാത്ത മനുഷ്യന്റെ പേര് പറഞ്ഞ് അറബികൾ ഉണ്ടാക്കിയതാണ് ഇസ്ലാം എന്നാണ് ഇന്നിപ്പോൾ പടിഞ്ഞാറിലെ ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായം. ഞാൻ പിന്നീട് വരാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരാ കാരണക്കാരൻ? ഇതിനൊരു അടിസ്ഥാനം. എന്താ അടിസ്ഥാനം? ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് ചാരപ്പണം വാങ്ങിയവനായിരുന്നു അബ്ദുൽ അസീസ്. ബ്രിട്ടന്റെ ഒറ്റുകാരനായിരുന്നു അബ്ദുൽ അസീസ്. ഇസ്ലാമിക ലോകത്തെ ബ്രിട്ടന് ഒറ്റിക്കൊടുത്ത ആളാണ് അബ്ദുൽ അസീസ്. അതിന് പണം വാങ്ങിയ ആളാണ് അബ്ദുൽ അസീസ്. എല്ലാം ഞാൻ പൊട്ടിയാക്കി തരാം എന്ന് ഏറ്റിട്ടുണ്ടാവും. അതാണ് നടപ്പിലാക്കിയത്. അല്ലാതെ നിങ്ങൾക്ക് പൊളിക്കുന്നത് എന്തിന്? നിങ്ങൾ പറക്കത്തെടുക്കണ്ട, പക്ഷെ പൊളിക്കണെന്തിന്? പൊളിച്ചെന്തിന്?
റസൂലുള്ളാഹിന്റെ വീട്ടിൽ മൗലിദ് നിങ്ങൾ നടത്തണ്ട. നിങ്ങൾ നടത്തിയാൽ അത് മൗലിദോട്ട് ആവൂല്ല. മൗലിദ് ഇവിടെ നടത്തണ്ടല്ലോ, ഇവിടെ നടത്തണ്ട. നിങ്ങൾ മൗലിദ് നടത്തിയാൽ അത് മൗലിദല്ല. നിങ്ങൾ മൗലിദ് നടത്തണ്ട. പക്ഷേ നിങ്ങളവിടെ ബർക്കത്തെടുക്കണ്ട. പക്ഷേ പൊളിച്ചതെന്തിന്? നിങ്ങളത് ലോകത്തിന് തുറന്നു കൊടുക്കണ്ട. പക്ഷേ പൊളിച്ചതെന്തിന്? ഹബീബ് പിച്ച വെച്ച് നടന്ന ആ വീട് പൊളിച്ചതെന്തിന്? AD 1806 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേരിട്ട് ശിഷ്യൻ നേരെ വന്ന് ആദ്യം ചെയ്തത് ഈ വീട് പൊളിക്കണം. പിന്നെ മഹ്മൂദ് രണ്ടാമൻ പുനർനിർമ്മിച്ചു. 926 നിലം പരിശാക്കി തകർത്തരിപ്പണമാക്കി കാലിച്ചന്തയാക്കി സാക്ഷാൽ അബ്ദുൽ അസീസ്, വഹാബി നേതാവായ അബ്ദുൽ അസീസ്. നിന്നില്ല. അത് മാത്രമല്ല, നിന്നില്ല, പിന്നെ പൊളിച്ചു മഹാനായ ദാറുൽ ഹിജ്റ, ബൈത്തു അബീബക്കർ സിദ്ദീഖ്. അതാണ് ദാറുൽ ഹിജ്റ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്നാണ് ഹിജ്റ തുടങ്ങിയത്. പൊളിച്ച് തവിട്ട് പൊടിയാക്കി. പിന്നെയോ പിന്നെന്താക്കിയത്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് പൊളിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് കാണിച്ചു കൊടുക്ക്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് പിൽക്കാലത്ത് ഒരു പള്ളിയായി, മസ്ജിദ് അബീബക്കർ. അതാണ് ഇന്ന് ദാദാ പള്ളി. അതാ പള്ളി, പള്ളി ഇതേതാ? ഇതാണ് ഏത്? ദാറുൽ ഹിജ്റ. മനസ്സിലായില്ല? ഇവിടുന്നാണ് ഹബീബായ റസൂലുള്ളാഹി ഹിജ്റ പുറപ്പെട്ടു. ഇവിടുന്ന് ഉച്ച നേരത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ, ഉച്ച നേരത്ത് ഹബീബായ നബി ഓടി വന്നത് ഈ വീട്ടിലേക്കാണ്. ഈ വീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിച്ച വീടാണ്. ഹിജ്റക്ക് അനുവാദം കിട്ടിയപ്പോൾ ഹബീബ ആദ്യം ഓടി വന്നത് ഈ വീട്ടിലേക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കൾ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റി രഹസ്യം പറയണ്ടേ എന്ന രൂപത്തിൽ സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ ഖദ് ഉദിനലി, എനിക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട്. ആരാണ് നബി ഞങ്ങളെ കൂടെ പോരുക? നിങ്ങൾ തന്നെയാണ്. ഒപ്പട് കരഞ്ഞു സയ്യിദുനാ സിദ്ദീഖ്. ഉറക്കപ്പറ സയ്യിദുനാ സിദ്ദീഖ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോരുന്ന ദിവസം വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആളുകളെ മുഖത്തേക്ക് മണ്ണെറിഞ്ഞ് ഓർമ്മല്ലേ? വീട് വളഞ്ഞ ആളുകളുടെ മുഖത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണെറിഞ്ഞ് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ കാണിക്കണേ ആ വീട്ടിലേക്ക് വന്ന്. അതാണ് ദാറുൽ ഹിജ്റ. ആ വീട്ടിലേക്ക് വന്ന് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് ആ വീട് പിന്നെ പള്ളിയാക്കി. ആ പള്ളിന്റെ മുന്നാരാണ് മഹാനായ വധശ്രമത്തിൽ നിന്ന് വീട് വളഞ്ഞവരിൽ രക്ഷപ്പെട്ട ഹബീബായ നബി ഓടി വന്നത് നേരെ ഈ വീട്ടിലേക്കാണ്. ഈ വീട് മുതൽ ജബൽ സൗർ വരെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇവരെ അനുഗമിച്ച് തിരിച്ചു വന്നത് ഈ വീട്ടിലേക്കാണ്. ഈ വീട്ടിലാണ് ആര് വന്നത്? പിറ്റേ ദിവസം അബൂജഹൽ വന്നിട്ട് കുട്ടികളെ അടിച്ചത് ഓർമ്മല്ലേ? അസ്മാൻ അടിച്ചത് ഓർമ്മയില്ലേ? പാവപ്പെട്ട കുട്ടികളെ എവിടെ നേടി? എന്റെ വാപ്പ അയച്ചു. ആരിഫ് എനിക്കറിയില്ല, പറഞ്ഞോട് അടിച്ചിട്ട് പൊട്ടി ചോര ഒലിച്ച് ആ പാവപ്പെട്ട പെൺകുട്ടി. അത് ഈ വീട്ടിലാ. നിങ്ങൾക്ക് മനസ്സിൽ എന്ത് നോക്കിയിരിക്കണേ? എന്താ വിചാരിച്ചേ? ഇവർക്ക് മാപ്പ് കൊടുക്കേ? എന്തെങ്കിലും വിചാരിച്ചത്? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതിനൊരു കാരണം ഉണ്ടാവും. ഞാൻ ആദ്യകാലത്ത് എനിക്കത് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത് മനസ്സിലായി. ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് കോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അടക്കമുള്ള ആളുകൾ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഫത്വ. എന്താ പ്രധാനപ്പെട്ട ഫത്വ? മഹാനായ അഹ്മദ് കോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്താ? മുബ്തദിഈങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ, അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇത്യാദി വഹകളാകുന്നു. ഒപ്പിട്ടതാരാ? ശിഹാബുദ്ദീൻ അബു സഅദ അഹ്മദ് കോയ ശാലിയാത്തി, 2 ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, 3 പാണായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 4 KK സദഖത്തുള്ള മുസ്ലിയാർ.
ഇതിന്റെ ഗൗരവം ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അവരെ കൂടിച്ചേരാൻ പാടില്ല. എന്ത് ഇതിന് സമാനമായ ഒരു ക്രൂരത മുസ്ലിം ലോകത്തോടെ ഒരാൾ ചെയ്തിട്ടില്ല. മഹാനായ ഹബീബായ റസൂലുള്ളാഹ് ഈ ഫത്വയുടെ ഒക്കെ വില ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ മറന്നു. അവർക്ക് ചരിത്രം അറിയാം. അതുകൊണ്ടാണ് അവർ ഓർമ്മപ്പെടുത്തിയത്. അവരുമായി ഒരു ബന്ധവും പാടില്ല. അതിനാണ് തെർക്കുൽ മവാലാത്ത്, അവരുമായി ബന്ധം വിച്ഛേദിക്കണമെന്ന് ഈ ഉലമാക്കൾ പറഞ്ഞത്. വളരെ ദുനിയാവ് ജീവിച്ചാൽ മതിയാ. ഇതൊക്കെ ചെയ്തവരോട് കൂടി ചേർന്ന് ഇങ്ങനെ ചായം കുടിച്ച് നടക്കുക, അവരും നമ്മളെ ഭാഗമാണെന്നും പറയുക, അവരുടെ സ്ഥാപനത്തിൽ ഇരുന്ന് മുണങ്ങിയിട്ട്, അവരുടെ കൂട്ടത്തിൽ കൂടി മുണങ്ങിയിട്ട് നമുക്കെല്ലാവരും വേണം എന്ന് പറയുക, അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക. അയ്യയ്യേ, ഇവരാരാ? ദാറുൽ ഹിജ്റ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധശ്രമത്തിൽ രക്ഷപ്പെട്ടു വന്നത് ഈ വീട്ടിലാണ്. ആ വീട്ടിലേക്കാണ്, ആ വീട്ടിൽ നിന്നാണ് ഹിജ്റ തുടങ്ങിയത്. ഈ നോക്ക്, ആ വീട് ഇപ്പോൾ പള്ളി മാത്രമല്ല, ഇത് ഹസീറാൻ പള്ളിയാക്കിയത് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ ആ വീട് ആക്കിയിരുന്നു. റസൂലുള്ളാഹിന്റെ പിന്നെ വീട് എന്താ പള്ളിയാക്കുന്നത്? റസൂലുള്ള പള്ളിയാക്കി വേറെ വീടുണ്ട്, ഞാൻ പിന്നെ പറയാം. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ വീട് പിൽക്കാലത്ത് ആ വീട് പള്ളിയാക്കണം, വേറെ വീടുണ്ട്, പിന്നെ ഞാൻ പറയാം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടോ ആദ്യകാലത്തിന് പള്ളിയാക്കിയിരുന്നു. അതിന്റെ ഒരു ഓരം പള്ളിയായിരുന്നു. ഇസ്ലാമിലെ ആദ്യകാലത്തെ പള്ളി ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി അതായിരിക്കും. ഏത്? മസ്ജിദ് അബൂബക്കർ. അന്ന് പുരക്ക് പുറത്ത് നിസ്കരിക്കാൻ പറ്റൂല. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഓരം ചേർന്ന് പള്ളി. ആ പള്ളി നിങ്ങൾ ചിന്തിക്കണം, ആ പള്ളി പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടാക്കി? ഇത് പൂർണ്ണമായി നിലനിർത്തി. പിൽക്കാലക്കാര് അതെന്ത് ചെയ്ത്? പിൽക്കാലക്കാര് അത് പള്ളിയാക്കി, വലിയ പള്ളിയാക്കി. ഇന്നതൊന്ന് കാണിക്കേ. 926 ആ വീട് തകർത്ത്, പള്ളിയും തകർത്ത് തരിപ്പണമാക്കി. കണ്ടില്ലേ? ഒന്നുകൂടി വെളിവാക്ക്. അതാണ് ഇന്നത്തെ മക്കയിലെ ഹിൽട്ടൺ ഹോട്ടൽ. മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് ഹിൽട്ടൺ ഹോട്ടലാണ്. അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായ ഹിൽട്ടൺ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന കമ്പനിക്ക് വഹാബികൾ ഈ സ്ഥലം വിറ്റു. ഇടിച്ച് പൊളിച്ച് പള്ളിയടക്കം പൊളിച്ച് തകർത്തിട്ട് അത് വിറ്റു. കോടാനക്കോടി ഡോളറിന് വിറ്റു. എന്നതോ ഹിൽട്ടൺ ഹോട്ടലാ. അമേരിക്കക്കാർക്കും നാട്ടുകാർക്കും വന്നിട്ട് കുളിക്കാനും കൂട്ടാടാനും കുതിര വിടാനുള്ള സ്ഥലമാണ്, പള്ളിയില്ല. മക്കയിലെ ഹിൽട്ടൺ ഹോട്ടൽ ദാറുൽ ഹിജ്റയാണ്. 926 ശേഷം വഹാബികൾ ചെയ്തതാണ്. ഇനി നിങ്ങൾ പറയും, നിങ്ങൾ തീരുമാനിക്കും. മക്കയിലെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അമേരിക്കൻ ഹോട്ടലായ, ലോകത്തെ അമേരിക്കൻ കമ്പനിയായ ഹിൽട്ടൺ ഹോട്ടലാണിത്. മക്കയിലെ ഹിൽട്ടൺ ഹോട്ടൽ ഏതാ? ദാറുൽ ഹിജ്റ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്. ഇസ്ലാമിലെ ആദ്യകാലത്തെ പള്ളിയാണത്. ആ പള്ളി ഇന്ന് ഹിൽട്ടൺ ഹോട്ടലാണ്. നിങ്ങൾക്ക് അല്ലാഹു, നിങ്ങളെ ഖൽബിൽ റബ്ബ് ലാ യുജാവിസു തറാഖിയും, അതവരെ തൊണ്ടം കുഴി വിട്ട് കിടക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മുഗൾ ഭാഗൻ്റെത് തന്നെ അത് ആ കാണാം. പള്ളിയല്ലത്, അത് ഹോട്ടലാ. ഇന്റർനാഷണൽ ഹോട്ടൽ. അനവധി നിലകളുള്ള മക്കയിലെ ഹോട്ടലാണ്. കുളിക്കാനും കുടിക്കാനും കൂത്താടാനും ആർക്കും പറ്റിയ സൗകര്യമുള്ള ഹോട്ടൽ, എല്ലാ സൗകര്യമുള്ള ഹോട്ടൽ. മക്കയിലെ ഏറ്റവും കുതിര വിടാൻ പറ്റിയ, വലിയ മില്യണർമാർക്ക് വന്ന് കുതിര വിടാൻ പറ്റിയ ഹോട്ടൽ അതേതാ? ഇസ്ലാമിലെ ആദ്യത്തെ ഒരു പള്ളി അതേതാ? അത് ബൈത്തുൽ ഹിജ്റ. അത് ഹിജ്റയുടെ വീടാണ്. അതേതാ? ആ സ്ഥലത്ത് വെച്ചാണ് അബൂജഹൽ അസ്മാ ബീവിയെ അടിച്ചത്. എവിടെ എന്റെ വാപ്പ വെച്ചു? എനിക്കറിയില്ല. കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പ വന്ന് അബൂ ഖുഹാഫ, നിങ്ങൾ നോക്ക്, അബൂ ഖുഹാഫക്ക് അന്ന് കണ്ണാണൂല. അപ്പോൾ നിങ്ങൾ വാപ്പയുടെ പോയി ചോദിച്ചു, എവിടെയോ പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഇവിടെ തന്നിട്ടുണ്ടോ ചോദിച്ചത്. ഈ വയസ്സനെ എന്തെങ്കിലും കുട്ടിയൊക്കെ ഒന്ന് തിന്നാണ്ടോന്നാ. അപ്പൊ ഈ കുട്ടികൾ വേഗം ഒരു സഞ്ചിയിൽ കുറച്ച് ചരൽക്കല്ലിട്ടിട്ട് ഇങ്ങനെ കൊടുന്നു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കിലിങ്ങി. ഇതെന്താ ചോദിച്ചു? ഇത് കുറച്ച് സ്വർണ്ണം വെള്ളിയൊക്കെയാണ്. ഓ, എന്നാ ഞാൻ എവിടെ പോയാലും വേണ്ടില്ല പറഞ്ഞു. മനസ്സിലായില്ല. ഒരു കീഴൊരു സഞ്ചിയിൽ കുറച്ച് ചരൽക്കല്ലിട്ടിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അസ്മാ ബീവി വലിയ ബുദ്ധിമതിയാ.
ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തന്നേൽപ്പിച്ചിട്ടുണ്ട് വാപ്പാറും. അപ്പൊ അടി കൂടെ അങ്ങനെ കൈ വയസ്സിന് കണ്ണാണൂല, വയസ്സെങ്ങനെ പിടിച്ചു നോക്കി. അപ്പൊ ഇത് കിലി 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 ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ആ ഇനി അവൻ എവിടെ പോയാലും വേണ്ടില്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള മുതലുണ്ടല്ലോ, പോയിക്കോട്ടെ. ഇതൊക്കെ വീട്ടിലാ, അതൊന്ന് ഹിൽട്ടൺ ഹോട്ടലാ. ഇതെന്ന് എന്ത് കള്ളു കുടിക്കും കൂത്താട്ടത്തിനും പറ്റിയ ഹിൽട്ടൺ ഹോട്ടലാ. ഇതാ ദാറുൽ ഹിജ്റ. എന്ത് ഇവർക്ക് മാപ്പ് കൊടുക്കേ, ഇവർക്ക് ദീനോ? ഇവർക്ക് എങ്ങനെയാണ് ആ ദീനുണ്ടാവുക? ഹബീബായ റസൂലുള്ളാഹിന്റെ വീട് കാലിച്ചന്തയാക്കിയവർക്ക് സിദ്ദീഖിന്റെ വീട് ഹിൽട്ടൺ ഹോട്ടലാക്കാൻ യാതൊരു മടുപ്പുണ്ടാവില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ വീട് കാലിച്ചന്ത, സിദ്ദീഖിന്റെ വീടോ ഹിൽട്ടൺ. നിങ്ങൾ എന്ത് വിചാരിച്ചേ? അമേരിക്കക്ക് വിറ്റു ഈ സ്ഥലം, കോടി ഡോളറിന് വിറ്റ് അമേരിക്കക്ക് വിറ്റു. കോടി ഡോളറിന് ഈ സ്ഥലം അമേരിക്കക്ക് വിറ്റ്. ഇന്നിത് അമേരിക്കയുടെ സാധനമാണ്. വെർജീനിയ ആസ്ഥാനമായുള്ള ഹിൽട്ടൺ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന കമ്പനിയുടെ മുതലാണ് ഇപ്പോൾ അത്. സയ്യിദ്നാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ വീട് ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി. 2 പള്ളി പൊളിച്ചു. ഒന്ന് കാലിച്ചന്തയുമാക്കി, ഒന്ന് ഹിൽട്ടൺ ഹോട്ടലുമാക്കി. ഒന്ന് മസ്ജിദ് നബിയിൽ മുസ്തഫ, മസ്ജിദ് മൗലിദ് നബിയിൽ മുസ്തഫ. ഒന്ന് ദാറു അബൂബക്കർ സിദ്ദീഖ്, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് പൊളിച്ച് തകർത്ത് തരിപ്പണാക്കി. കഴിഞ്ഞില്ല, അവർ ചെയ്ത അക്രമം കഴിഞ്ഞില്ല. ദാറുൽ അർഖം എന്ന വീടുണ്ടായിരുന്നു. ഹബീബായ അർഖമിന്റെ വീടാണിത്. ബനു മഖ്സൂം ഗോത്രക്കാരനാണ് അർഖം. 12-13 വയസ്സായ സമയത്താണ് അർഖം ഹബീബായ റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടുന്നത്. 12-13 വയസ്സാണ് അന്ന് അർഖമിന്. സഫാ മലയുടെ വടക്ക് ഭാഗം ആ വീട് റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുത്ത് ആ വീട്ടിൽ ഹബീബായ നബി ഒളിച്ചു പാർക്കാറുണ്ട്. ആ വീട്ടിന് ചില പ്രത്യേകതകളുണ്ട്. അയൽക്കാർ കാണാതെ ഉള്ളിൽ കയറാൻ പറ്റിയൊരു വാതിൽ ആ വീട്ടിലുണ്ടായിരുന്നു. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ആദ്യത്തെ ദർസ്, ഇസ്ലാമിലെ ആദ്യത്തെ മദ്രസ ദാറുൽ അർഖം. പിൽക്കാലഘട്ടത്തിലും എല്ലാ രാജാക്കന്മാരും ഇത് മദ്രസയാക്കി നിലനിർത്തി. എന്തുകൊണ്ട്? ഇതിൽ ഇറങ്ങിയ ആയത്തുകൾക്ക് കയ്യും കണക്കുമില്ല എന്നല്ല, ഇത് അൽ മദ്രസത്തുൽ ഊലാ. ഇതാണ് ഇസ്ലാമിലെ ആദ്യത്തെ മദ്രസ. ആ മദ്രസയായി 926 വരെ നിലനിന്നു. 926 വഹാബിയായ അബ്ദുൽ അസീസ് തകർത്ത് തരിപ്പണാക്കി. ഈ വീട്ടിന്റെ പ്രത്യേകത എന്താ? ആ വീട്ടിലാണ് അമ്മാർ ബിൻ യാസിർ മുസ്ലിമായത്. ആ വീട്ടിലാണ് സുഹൈബ് ബിൻ സിനാൻ മുസ്ലിമായത്. ആ വീട്ടിലാണ് ഉമർ ബിൻ ഖത്താബ് മുസ്ലിമായത്. ആ വീട്ടിലാണ് ഹംസത്തുൽ കറാർ മുസ്ലിമായത്. സുബ്ഹാനല്ലാഹ്. ആ വീട്ടിൽ ബഹുമാനപ്പെട്ട ദാറുൽ അർഖം, ആ വീട്ടിൽ മുസ്ലിമായ ലോകത്തെ ഈറ്റപ്പുലികൾ. ഒന്ന് അമ്മാർ ബിൻ യാസിർ, ഉറക്കെ പറ കുട്ടിയെ. ഒന്ന് സുഹൈബ് ബിൻ സിനാൻ. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ്. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണം സുഹൈബ് ബിൻ സിനാനാണ്. പിന്നെ കാരണമുണ്ട്, പിന്നെ പറ. ഈ സുഹൈബ് ബിൻ സിനാൻ മുസ്ലിമായത് ഈ വീട്ടിലാണ്, ദാറുൽ അർഖമിൽ വെച്ചാണ്. ഇതാണ് അൽ മദ്രസത്തുൽ ഊലാ ഫിൽ ഇസ്ലാം. ഇതോ ഇവിടെയാണ് ഉമർ ബിൻ ഖത്താബ് മുസ്ലിമായത്. ഇവിടെയാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹും മുസ്ലിമങ്ങളായത്. അബ്ദുൽ അസീസ് വന്നപ്പോൾ തകർത്ത് തരിപ്പണാക്കി, കാലിസ്ഥലാക്കി. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹറമിലേക്ക് ചേർത്തു. ഇപ്പൊ പറയാതെ ഹറമപ്പെട്ടിട്ടില്ല. പൊളിച്ച് തകർത്ത് തരിപ്പണാക്കിട്ടു, കാലിസ്ഥലാക്കിട്ടു. 980കളിലെ ഹറം വികസനത്തിൽ കൂട്ടിച്ചേർത്തു. മനസ്സിലായില്ല? പൊളിച്ചതെന്നാ 26. മനസ്സിലായോ? എന്തിനു പൊളിച്ചു? പറക്കെടുക്കാൻ പോകും. അവിടെ റസൂലുള്ള ഇരുന്ന സ്ഥലമുണ്ട്, റസൂലുള്ള കിടന്ന സ്ഥലമുണ്ട്, റസൂലുള്ള ദർസ് നടത്തിയ സ്ഥലമുണ്ട്. അവിടെയൊക്കെ മുഅ്മിനീങ്ങൾ തൊടും ചുംബിക്കും. അവിടെയൊക്കെ റസൂൽ മുഅ്മിനീങ്ങൾ തൊട്ടുമുട്ടും. അവിടെ വെച്ച് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യും. ആ ദുആ ചെയ്താൽ ഉത്തരമുണ്ടാകുന്ന വീടായിരുന്നു ഇത്. ദാറുൽ അർഖം ദുആക്ക് ഇജാബത്തുള്ള വീടാണ്. 926 വഹാബി വന്നപ്പോൾ തകർത്ത് പൊളിച്ച് തരിപ്പണാക്കി. പിന്നീട് 980കളിലെ ഹറം വികസനത്തിലേക്ക് ചേർത്തു. പൊളിക്കൽ നേരത്തെ നിർത്തി. വളരെ ചിന്തിക്കണം. എല്ലാവരും സംരക്ഷിച്ചു. ഇവിടെ നിന്നാണ്
ഇസ്ലാമിലെ ആദ്യ പരസ്യ പ്രഖ്യാപന സംഘം ഇറങ്ങിയത് ആര് മുസ്ലിമായപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആദ്യത്തെ പരസ്യ പ്രഖ്യാപന സംഘം, ഞങ്ങൾ തോറ്റു തരൂല, ഞങ്ങൾ ഇസ്ലാമിന്റെ മക്കൾ തന്നെ എന്ന് പറഞ്ഞ് ആദ്യത്തെ ജിഹാറൻ പരസ്യ പ്രഖ്യാപന മാർച്ച് സംഘം ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മാർച്ച് ചെയ്ത് ഈ വീട്ടിൽ നിന്നാണ്. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടുന്നാണ് ആദ്യം ഞങ്ങൾ മുസ്ലിങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പ്രഖ്യാപിച്ച് ഒരു സംഘം പുറത്തേക്ക് ഇറങ്ങിയത് ഈ വീട്ടിൽ നിന്നാണ്. അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതിങ്ങനെ സത്യത്തിന്റെ ആളുകളല്ലേ അത്, പിന്നെ ഇതിനെ പേടിക്കണം, ധൈര്യമായിട്ട് പറയാം. അത് ഈ വീട്ടിൽ നിന്നാണ്. ഇതാണ് ഇസ്ലാമിലെ ആദ്യത്തെ മദ്രസ. ഇസ്ലാമിൽ വഹാബികൾ വരുന്നത് വരെയും ഇത് മദ്രസയാണ്. ലോകം കണ്ട ആദ്യ വലിയ 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 മഹാന്മാർ ഇവിടെ വരികയും ബറക്കത്തെടുക്കുകയും ദർശനത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. നിങ്ങളെ ചിന്തിക്കണം, എല്ലാവരും അമവികൾ വാങ്ങി, അബ്ബാസികൾ വാങ്ങി, ഹസീറാൻ ഈ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു, മസ്ജിദ് ദാറുൽ അർഖമിൽ പള്ളി ഉണ്ടാക്കിയിരുന്നു. ആ പള്ളി തകർത്ത് തരിപ്പണമാക്കി കലിസ്ഥലത്ത് 80കളിലെ ഹറം വികസനത്തിലേക്ക് കൂട്ടിച്ചേർത്തു. പൊളിച്ചു കഴിഞ്ഞില്ല, പൊളിക്കൽ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. പൊളിക്കൽ വീണ്ടും നീണ്ടുപോയി, ചിന്തിക്കണം. അതുപോലെ പൊളിച്ചലാണ് ജബൽ അബി ഖുബൈസ്, തകർത്ത് തനിപ്പണമാക്കി ജബൽ അബി ഖുബൈസ്. ഇന്ന് ആകെ ഉയർന്ന ഒരു സ്ഥലമുണ്ട്, ബാക്കിയൊക്കെ പൊളിച്ചു. പൂർണ്ണമായി തകർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില ഭൂഗർഭ ജലശാസ്ത്രക്കാരന്മാർ വന്നിട്ട് വഹാബികളോട് പറഞ്ഞു, സംസം കിണറിന്റെ ഉറവ ആ ഭാഗത്തു നിന്നാണ്. ഈ പർവ്വതം പൂർണ്ണമായി തകർക്കുകയാണെങ്കിൽ സംസമിൽ വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിലനിർത്തി. ജബൽ അബി ഖുബൈസോ, ജബൽ അബി ഖുബൈസിന്റെ പ്രത്യേകത എന്താ? കഅബാലയം പണിയാൻ മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോൾ ആദ്യം കല്ലെടുത്തത് ഈ പർവ്വതത്തിൽ നിന്നാണ് എന്നല്ല. അവ്വലു ജബലിൻ റഫഅഹു അല്ലാഹു അലാ വജ്ഹിൽ അർളി, ഭൂമിയിൽ ആദ്യമായി അല്ലാഹു ഉയർത്തിയ പർവ്വതം ജബൽ അബി ഖുബൈസ് ആണ്. ആദ്യം ഉയർത്തിയ പർവ്വതം ഇതാണ്, ജബൽ അബി ഖുബൈസ്. ഈ പള്ളി ഇതാണ് ആദ്യമായി ഇതാണ് ഭൂമിയുടെ മുകളിൽ നിന്ന് ആദ്യമായി ഉയർത്തിയ പള്ളി, പർവ്വതം ഇതാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഉയർത്തപ്പെട്ടത് ഇതാണ് എന്ന് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകൾ വേറെയുമുണ്ട്. മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അന്നൽ ഹജറൽ അസ്വദ് ഇസ്തൗദഅ ഫീഹി ആമത് തൂഫാൻ. ഹജറുൽ അസ്വദിനെ ഈ പർവ്വതമാണ് പാത്തുവെച്ചത്. ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഈ പർവ്വതമാണ് പാത്തുവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ പർവ്വതത്തിന് ജബലുൽ അമാൻ എന്നും പേരുണ്ട്. ജബലുൽ അമാൻ, അമാനത്ത് കൊടുത്ത അമാനത്ത് മുതൽ പാത്തുവെച്ചത് കൊണ്ട് അതിന് അൽ അമാൻ എന്നും പേരുണ്ട്. ചില ഉലമാഇന്റെ വീക്ഷണം അനുസരിച്ച് സയ്യിദുനാ ആദം അലൈഹിസ്സലാം വഫാത്തായതും ഇവിടെയാണ്, മറവ് ചെയ്യപ്പെട്ടതും ഇവിടെയാണ്. ജബലുൽ അമീൻ എന്നീ പർവ്വതത്തിന് പേരുണ്ട്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പുനർനിർമ്മിച്ചപ്പോൾ ഹജറുൽ അസ്വദിനെ, എന്റെ അടുത്ത് ഹജറുൽ അസ്വദ് ഉണ്ട് എന്ന് ചില റിപ്പോർട്ട് അനുസരിച്ച് ഈ പർവ്വതം തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ്. ഈ പർവ്വതം വിളിച്ചു പറഞ്ഞു എന്റെ മേൽ ഹജറുൽ അസ്വദ് ഉണ്ട്. അവിടുന്നാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ടെടുത്തത്. ഒരു അഭിപ്രായ പ്രകാരം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു, ജബൽ അബി ഖുബൈസിൽ നിന്ന് ഹജറുൽ അസ്വദ് കണ്ടെടുത്തു കൊടുത്തു എന്നും കാണാം. ചിന്തിക്കണം. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ പോയതിനു ശേഷം അമാനത്ത് കൊടുത്ത് ഏൽപ്പിച്ച മുതലെല്ലാം ഇതിന്റെ ഓരത്ത് വെച്ചാണ് പീഠം വെച്ചത് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. എന്നല്ല, മക്ക ഫത്ഹ് വന്നപ്പോൾ ഇതിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുത്തു സയ്യിദുനാ ബിലാൽ. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, മസ്ജിദ് ബിലാൽ, ഒക്കെ പൊളിച്ചു. ആ മസ്ജിദ് ബിലാൽ ഇന്നില്ല.
നേരെ മുകളിൽ കാണുന്ന ആ പർവ്വതത്തിന്റെ ഓരത്ത് നേരെ ബാക്കിൽ ആ പർവ്വതത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിന്റെ ചെരുവിൽ കാണുന്ന ആ പള്ളി കണ്ടില്ലേ? അവിടെ കണ്ടില്ലേ? ആ പള്ളിയാണ് മസ്ജിദ് ബിലാൽ. അവിടെ കയറി ബാങ്ക് കൊടുത്തിട്ടുണ്ട് സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ പർവ്വതം ഇന്നില്ല, പൊളിച്ചു. ഇവിടെ രാജാവിന്റെ കൊട്ടാരം കിട്ടി. ഇവിടെ രാജാവിന്റെ കൊട്ടാരം, ഇതാ രാജാവിന്റെ കൊട്ടാരം. ഇന്ന് ജബൽ അബി ഖുബൈസ് ഇല്ല, ഇന്ന് അവിടെ വഹാബി രാജാവിന്റെ കൊട്ടാരമാണ്. മസ്ജിദ് ബിലാൽ ഇന്നില്ല, തകർത്തു. ഹാറൂൺ റഷീദിന്റെ കാലത്ത് അവിടെ വലിയ മിനാരം കെട്ടിയിരുന്നു. ആ മിനാരത്തിൽ കയറി ബാങ്ക് വിളിച്ചിരുന്നു. ആ മിനാരത്തിൽ കയറി ബാങ്ക് വിളിച്ചാൽ അതിന്റെ പ്രത്യേകത എന്താ? അതല്ലേ മസ്ജിദ് ബിലാൽ. മോനെ ജബൽ അബി ഖുബൈസ് ലാസ്റ്റ് അവിടെ മിനാരം കെട്ടിയിരുന്നു. ആ മിനാരത്തിൽ കയറി ബാങ്ക് വിളിച്ചാൽ മൈക്കൊന്നുമില്ലാത്ത കാലത്തല്ലേ മക്ക അങ്ങാടി മുഴുവനും മുഴങ്ങുമെന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു. അത്രല്ല, അവിടെ കയറിയാൽ മക്ക അങ്ങാടി മുഴുവനും കാണാമായിരുന്നു. സ്വർഗത്തിലെ പട്ടണമല്ലേ അത്, മുകളിൽ കയറി ഒരാൾക്ക് കാണുമെന്ന് തോന്നിയ എന്റെ സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവിന്റെ ഒട്ടാര 4 പട്ടണങ്ങൾ സ്വർഗീയ പട്ടണങ്ങളാണ്. മക്ക, വൽ മദീന, വദിമഷ്ക്, വൽ ഖുദ്സ് എന്ന് മുഹമ്മദ് മുസ്തഫ. 4 പട്ടണങ്ങൾ സ്വർഗീയ പട്ടണങ്ങളാണ്. മക്ക സ്വർഗീയ പട്ടണമാണ്, മദീന സ്വർഗീയ പട്ടണമാണ്, ഖുദ്സ് സ്വർഗീയ പട്ടണമാണ്, ഡമാസ്കസ് സ്വർഗീയ പട്ടണമാണ്. 4 പട്ടണം സ്വർഗീയ പട്ടണങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ ഒരു പ്രത്യേക മന്ദറുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇങ്ങനെ നോക്കിയാൽ വളരെ ഭംഗിയായി കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ചിന്തിക്കുക, ഈ മലയുടെ മുകളിലെ മിനാരങ്ങൾ പണിതിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ മിനാരങ്ങൾ പണിതുവാര്? ഈ മലയുടെ മുകളിലെ മിനാരങ്ങൾ പണിതു ഹാറൂൺ റഷീദിന്റെ കാലത്ത്. എന്റെ കേറിയാൽ മനോഹരമായി കാണാൻ കഴിയും, മനോഹരമായി. ഇന്ന് അവിടെ നോക്ക്, ഞാൻ നീട്ടുന്നില്ല. ഇന്ന് മസ്ജിദ് ദാറുൽ അർഖം ഇല്ല, ഇന്ന് മസ്ജിദ് ബിലാൽ ഇല്ല. പിന്നെയോ ഇതൊന്നും ഇന്നില്ല. മസ്ജിദ് ബിലാൽ ഇല്ല, മസ്ജിദ് ദാറുൽ അർഖം ഇല്ല, മസ്ജിദ് ദാറുൽ അർഖം ഇന്നില്ല, മസ്ജിദ് ബിലാൽ ഇന്നില്ല, മസ്ജിദ് ദാറുൽ അർഖം ഇന്നില്ല, മസ്ജിദ് മൗലിദ് നബിയിൽ മുസ്തഫ ഇന്ന് ഇല്ല. അതൊന്നും ഇല്ല. റസൂലുള്ളാഹിന്റെ വീട് അവിടെ ഇല്ല. സിദ്ദീഖുൽ അക്ബറിന്റെ വീടില്ല, ഹോട്ടലാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്ത പള്ളിയില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ പള്ളിയില്ല, ദാറുൽ അർഖം എന്ന വീടില്ല. എല്ലാം തകർന്ന് തരിപ്പണമാക്കി. ഇന്നെന്താ ഉള്ളത്? ഇന്ന് മക്ഡൊണാൾഡ്സ്. നേരെ ഹറമിൽ നിന്ന് ഇറങ്ങിയാൽ കാണുക അമേരിക്കയുടെ കമ്പനിയുടെ മക്ഡൊണാൾഡ്സ്. ചിന്തിക്ക്, അമേരിക്കക്കാരുടെ തീറ്റസ് ഭണ്ഡാരം അവിടെയാണ്. അത് നേരെ ഹറമിന്റെ വാതിലാണ്. തുറന്ന് ഒരാൾ പുറത്തിറങ്ങിയാൽ മക്ഡൊണാൾഡ്സിനെ കാണാം. പിന്നെന്താണ്? കെൻഡാക്കി ചിക്കൻ. സിദ്ദീഖുള്ള പള്ളിയൊന്നുമില്ല, സുൽത്താൻ വീടില്ല. പിന്നെന്താ? കെൻഡാക്കി ചിക്കൻ. കെൻഡാക്കി ചിക്കൻ, കെൻഡാക്കി മുതലാളിയുടെ സാധനമാണിത്. മക്ഡൊണാൾഡ്സ് ഉണ്ട്, കെൻഡാക്കി ചിക്കൻ ഉണ്ട്, പിന്നെ ഡൊമിനോസ് പിസ്സ ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. ഇതെല്ലാം ബർഗർ കിങ് ഉണ്ട്. ഇതൊക്കെ അമേരിക്കയുടെ വലിയ വലിയ തീറ്റപ്പണ്ടാര സാധനങ്ങളാണ്. നേരെ ഹറമിന്റെ വാതിലേക്ക് ഒരാൾ കിടക്കുകയാണെങ്കിൽ ഇതാക്കാണ്. ഹറമ തുറന്ന് പുറത്തിറങ്ങിയാലും ഒക്കെ ചുറ്റും. അതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. ഒക്കെ നമ്മളെ ഇഷ്ടത്തോയന്മാരല്ലേ. എന്തിന് അജിയാദിൽ ഒരു കോട്ടയുണ്ടായിരുന്നു. മക്കയ്ക്കൊരു സ്വഭാവമുണ്ട്. മക്ക എന്ന് പറഞ്ഞ ഒരു കുഴിയ, പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടൊരു കുഴിയ. ശ്രദ്ധിക്കണേ, പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടൊരു കുഴിയാണ് മക്ക. അതുകൊണ്ട് മക്കക്കാർക്ക് പുറത്തുള്ള ഒരാളെ വരുന്നത് കാണാൻ കഴിയില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്ക് മക്കയെയും കാണാൻ കഴിയില്ല. മക്കയുടെ മനസ്സിലായില്ല. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടൊരു കുഴിയാണ് മക്ക. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മക്കയുടെ വാതിൽക്കലെത്താതെ നേരെ ആ പർവ്വതത്തിന്റെ ഒരു സൈഡിലാണ് കിടക്കാതെ മക്കയെ കാണാൻ കഴിയില്ല. മക്കക്കാർക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ശത്രുവിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അജിയാദ് പർവ്വതത്തിന്റെ മുകളിൽ ഒരു കോട്ടയുണ്ടാക്കിയിരുന്നു, ഖലഅത്തു അജിയാദ് എന്ന പേരിൽ. എല്ലാ രാജാക്കന്മാരും സദാസമയം റോന്ത് ചുറ്റുന്ന പട്ടാളക്കാരെ നിർത്തിയിരുന്നു. ഈ അജിയാദ് അടുത്ത കാലം വരെ ഉണ്ടായി. ഈ അജിയാദ് കോട്ട ഇപ്പോൾ പൊളിച്ചു ക്ലോക്ക് ടവറിന് വേണ്ടി. ഇല്ലേ, ക്ലോക്ക് ടവറിന് വേണ്ടി പൊളിച്ചു.
ആ ക്ലോക്ക് ടവറിലോ ചിന്തിക്കണം. മക്കായുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ഖലഅത്ത് അജിയാദായിരുന്നു. ആ ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. ആ ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗമാണ്. അവിടെയോ, അവിടെ KFC നിങ്ങൾക്ക് കിട്ടും, അവിടെ ഡൊമിനോസ് പിസ്സ കിട്ടും, അവിടെ സ്റ്റാർബക്സ് കിട്ടും, ബർഗർ കിങ് കിട്ടും, എല്ലാം കിട്ടും. ബർക്കത്തെടുക്കാനൊന്നും ഉണ്ടാവില്ല. അമേരിക്കയെ കൊണ്ട് ബർക്കത്തെടുക്കണം, ഇനി കുഴപ്പമില്ല. പിന്നെയോ, പിന്നെ അവിടെ ഏറ്റവും വലിയ നീലചിത്ര നടികളുടെ പേരുള്ള ഷോപ്പുകൾ കിട്ടും. പാരീസ് ഹിൽട്ടൺ എന്ന ഒരു നീലചിത്ര നടിയുണ്ട്. ആ നടിയുടെ പേരിലുള്ള സാധനങ്ങൾ, ബ്രാൻഡിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട ഇതിനുള്ളിലാണ്. ഈ നടിയെ ലോകം തുപ്പിയതാണ്. നേരെ മസ്ജിദുൽ ഹറമിന്റെ മുന്നിൽ ഇതാ ഈ ക്ലോക്ക് ടവറിന്റെ ഉള്ളിൽ ഒരു കടയുണ്ട്. അവിടെയുള്ള പ്രധാനപ്പെട്ട എന്താ, പാരീസ് ഹിൽട്ടൺ എന്താ ബ്ലൂ ഫിലിം നടിയുടെ പേരിലുള്ള ഇറങ്ങുന്ന സാധനങ്ങൾ അവിടെ വാങ്ങാൻ കിട്ടും. ഈ നടി 2011-ലും 2012-ലും 2020-ലും സൗദി സന്ദർശിച്ചിട്ടുണ്ട് വഹാബികളെ ഒത്താശയോട് കൂടെ. 2012-ൽ ഈ നടി വഹാബികളെ രാജ്യത്ത് വന്നിട്ടുണ്ട്. 2020-ലും വന്നിട്ടുണ്ട്. ഏതാ നടി? പാരീസ് ഹിൽട്ടൺ. നേരെ ഹറമ തുറന്നാൽ കാണുന്നതാണ് ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവറിൽ പാരീസ് ഹിൽട്ടന്റെ പേരിൽ ഇന്ന് കടയുണ്ട്. അവരുടെ പേരിൽ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്ന സാധനങ്ങൾ അവിടെ വാങ്ങാൻ കിട്ടും. ലോകത്തെ നീലചിത്ര നടികളുടെ കൂട്ടത്തിലെ ഒരാളാണ്. അമേരിക്ക തന്നെ പുച്ഛിച്ചു തള്ളിയ സ്ത്രീയാണ്. അത്ഭുതമായ അത്ഭുതം. അമേരിക്കക്കാർ പോലും അത്ഭുതപ്പെടുന്നു. ഇങ്ങനത്തെ സാധനം പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് കിട്ടുക എന്ന് അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇതെല്ലാം വഹാബികളാൽ സംസ്ഥാപിതമായി എന്തുകൊണ്ട്? നുവല്ലിഹി മാ തവല്ലാ വമൻ യുശാഖിഖി الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. അവന്റെ വഴി അവൻ അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുക്കും. വനുസ്രിഹി ജഹന്നം വസാഅത മസീറ. അത് അവന്റെ അധികാരം. അതിൽ പറയാൻ ഞാനാണല്ല. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. 1300 ചില്ലാനം കൊല്ലം മുസ്ലിം ലോകം കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച 100% പൈതൃക സമ്പത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാം വഹാബികൾ നശിപ്പിച്ചു. എല്ലാം വഹാബികൾ നശിപ്പിച്ചു. എന്നാൽ വഹാബികളുടെ ഒന്നും നശിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പള്ളി നശിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് ബിൻ സഊദ് ജീവിച്ച കൊട്ടാരം നശിപ്പിച്ചിട്ടില്ല. ആദ്യത്തെ വഹാബി സിറ്റി നശിപ്പിച്ചിട്ടില്ല. അവരുടെ ഒരു പൈതൃകത്തിലും അവർ തൊട്ടിട്ടില്ല. ഹെറിറ്റേജ് സിറ്റിയാ മക്ക. ഹെറിറ്റേജ് സിറ്റി അല്ല, ഹെറിറ്റേജ് സിറ്റിയാ. ഹെറിറ്റേജ് സിറ്റിയാ. ലോകത്തെ ഹെറിറ്റേജ് സിറ്റിയാണത്. അത് അവിടെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല. യുനെസ്കോക്ക് പ്രത്യേകമായ അപേക്ഷ കൊടുത്ത് ലോകത്തെ ഹെറിറ്റേജ് സിറ്റിയായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും മുഹമ്മദ് ബിൻ സഊദിന്റെയും താവളം വഹാബികൾ സംരക്ഷിച്ചു. എന്നാൽ മക്കായിൽ പുണ്യ റസൂലിന്റെ ഒരു അസറുമില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ അസറൊന്നുമില്ല. ഉമർ ബിൻ ഖത്താബിന്റെ അസറില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ അസറില്ല. അലിയുൽ മുർത്തളയുടെ അസറില്ല. ഒന്നുമില്ല. എല്ലാം നശിച്ചു. എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ പുനർവിചിന്തനം നടത്തുക. നിങ്ങളുടെ ചങ്കിലേക്ക് ഈമാൻ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ, ഞാനല്ല, റസൂലാ പറഞ്ഞത്. ഇവരുടെ ചങ്കിലേക്ക്, ഇവരുടെ ചങ്കിന്റെ താഴെ ഈമാൻ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. ഒരു പുനർവിചിന്തനം നടത്തുക. വഹാബിയത്ത് ദീനല്ല, വഹാബിയത്ത് ദീനല്ല, വഹാബിയത്ത് ഈമാനില്ല, വഹാബിയത്ത് ഈമാനല്ല, വഹാബിയത്ത് ഇസ്ലാമിന്റെ പൗത്രികം അവകാശപ്പെടാനില്ല. ഒന്നുമില്ല. എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഇതെല്ലാം നിലനിന്നാൽ ജനങ്ങൾ ബറക്കത്തെടുക്കും എന്നിവർ ഭയപ്പെട്ടു എന്നതാണ് കാരണം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.